നമസ്കാരം. ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഈ രോഗാവസ്ഥയുടെ അപകട സാധ്യതകൾ വളരെ വലുതാണ്. ഇന്ന് മാർച്ച് 12 ലോക ഗ്ലോക്കോമ ദിനമാണ്. കഴിഞ്ഞ 9-ാം തീയതി തൊട്ട് തന്നെ നമ്മൾ ഗ്ലോക്കോമ വാരമായി ഒരാഴ്ചക്കാലം ഗ്ലോക്കോമ വാരമായി ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം അത്രത്തോളം വലുതാണ്. അപ്പോൾ ഗ്ലോക്കോമയെക്കുറിച്ച് അറിയേണ്ടതും ഈ രോഗം വന്നാലുള്ള അപകട സാധ്യതകളെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണൂർ ജ്യോതിസ് ഐ കെയർ കൺസൾട്ടൻറ്റും ഒഫ്തറ്റോളജി ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ കെ ശ്വേതയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു രോഗം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു രോഗം തന്നെയാണ്. നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. അപ്പോൾ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഈ രോഗത്തിൻ്റെ ഒരു അപകട സാധ്യത ഇത് എങ്ങനെയാണ് വരുന്നത്, എന്താണ് ഗ്ലോക്കോമ, അതൊന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാൻ പറ്റുമോ? പൊതുവായി നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നൊരു രോഗം പലരും കേട്ടിട്ടുണ്ടാവും, പലരും കേൾക്കാതെ ഉണ്ടാവും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്ലോക്കോമ വന്ന് നമ്മൾക്ക് കാഴ്ചക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ പോയ കാഴ്ച നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഈ ഗ്ലോക്കോമ? ഗ്ലോക്കോമ എന്ന് പറയുന്നത് കണ്ണിനുള്ളിൽ സാധാരണമായി നമ്മൾക്കൊരു നോർമൽ പ്രഷർ ഉണ്ട്. ഇൻട്രാഓക്കുലർ പ്രഷർ എന്ന് പറയുന്ന നോർമൽ പ്രഷർ 10 - 21 മില്ലിമീറ്റർ മെർക്കുറി വരെയാണ് നോർമൽ പ്രഷർ. അപ്പോൾ നമ്മൾക്ക് കണ്ണിൻ്റെ അകത്ത് തന്നെ ഒരു നോർമൽ അക്വസ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ദ്രാവകം കോൺസ്റ്റൻ്റായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ട്രബക്കുലർ മെഷ്വക് ഡ്രെയിനേജ് വഴി അത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഈ ഗ്ലോക്കോമയുള്ള ആളുകൾക്ക് നമ്മൾക്ക് ഡ്രെയിനേജ് ചാനൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടായതിനാൽ പ്രഷർ കൂടുതലാവുകയും അത് കാരണം നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത് കണ്ണിൻ്റെ പ്രധാനമായ ഒരു നാഡീനരമ്പാണ്. കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്ക് നമ്മളുടെ കാഴ്ചയുടെ സിഗ്നൽ കൊണ്ടുപോയി നമ്മൾക്ക് കാണാൻ സഹായിക്കുന്ന ഒരു നെർവാണ് ഒപ്റ്റിക് നെർവ്. ഗ്ലോക്കോമ കാരണം ഒപ്റ്റിക് നെർവിൽ വരുന്ന ഒരു ഡാമേജ് ആണ് നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു രോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. വന്നു കഴിഞ്ഞാൽ രോഗി അറിയില്ല. നമ്മൾക്കിപ്പോൾ WHO ഒരു സെൻസസ് എടുത്തു കഴിഞ്ഞാൽ 6 കോടി ജനങ്ങൾക്കാണ് ഗ്ലോക്കോമ ഉള്ളത്. ഇന്ത്യയിലാണെങ്കിൽ 1.2 കോടി ജനങ്ങൾക്കുണ്ട്. അതിൽ 12 ലക്ഷം ആളുകൾ ബ്ലൈൻഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാരം എന്ന് പറയുന്ന മാർച്ച് 9 മുതൽ മാർച്ച് 15 വരെ വേൾഡ് ഗ്ലോക്കോമ വീക്ക് നമ്മൾ ഇതിനായിട്ട് ഒരു അവയർനെസ് വീക്കായിട്ട് കണ്ട് എല്ലാവരിലും ഇതൊരു എന്താണ് ഗ്ലോക്കോമ, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഒരു ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നത്. വളരെ വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഈ ഒരു രോഗാവസ്ഥ നമ്മുടെ കണ്ണുകളിലേക്ക് വരാനുള്ള സാധ്യതകൾ അത് എത്രത്തോളമാണ്? എന്തൊക്കെ കരുതലുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുവായി നമ്മൾ ആർക്കാണ് ഗ്ലോക്കോമ വരിക എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. 40 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഗ്ലോക്കോമ വരാം. കൂടുതൽ നമ്മൾ വയസ്സ് കൂടുന്തോറും 60 വയസ്സാകുമ്പോഴോ 70 വയസ്സാകുമ്പോൾ അതിനുള്ള സാധ്യത കുറച്ച് കൂടുന്നു. എന്നാലും നമ്മളിപ്പോൾ ഒരു 30 വയസ്സുള്ള ആളോ 20 വയസ്സുള്ള ഒരു കുട്ടിക്കോ വരാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾക്ക് ജുവനൈൽ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഉണ്ട്, അത് കുട്ടികൾക്കും വരാവുന്ന ഒരു അസുഖമാണ്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സഹോദരങ്ങളാവാം, അച്ഛനമ്മ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുടുംബത്തിൽ ഗ്ലോക്കോമ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഈ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള രോഗങ്ങൾ നമ്മളിപ്പോൾ കൺട്രോൾ ഇല്ലാണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്റ്റിറോയിഡ് മരുന്നുകളാണ്. കണ്ണിലുറ്റിക്കുന്ന തുള്ളി മരുന്നുകൾ, നമ്മളത് കൺജങ്ക്റ്റിവൈറ്റിസോ അലർജി ഒക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കാറുള്ള ഒരു മരുന്നാണ് ഈ സ്റ്റിറോയിഡ് അടങ്ങിയ കണ്ണിലുള്ള തുള്ളി മരുന്ന്. പക്ഷേ രോഗികൾ അത് ദീർഘകാലം, ഒരു മാസമോ 2 മാസം 3 മാസമൊക്കെ ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണിലുള്ള പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് സ്കിൻ ക്രീംസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫെയർനെസ് ക്രീംസ് ചിലത് സ്റ്റിറോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ചില രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് ക്രീംസ്, ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ്, ഇതൊക്കെ ദീർഘകാലം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കണ്ണ് പരിശോധിക്കേണ്ടതാണ്. കണ്ണിലുണ്ടാകുന്ന ഹൈ മയോപ്പിയ, നമ്മളുടെ മൈനസ് പവർ, ഹൈപ്പർമെട്രോപ്പിയ പ്ലസ് പവർ ഉള്ളവർക്കും വരാം. പിന്നെയുള്ളതാണ് നമ്മൾക്ക് കണ്ണിലുള്ള ട്രോമ. കണ്ണിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, നമ്മൾക്ക് കൂടുതലായി കണ്ടുവരുന്നത് ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ ഷട്ടിൽ കോക്ക് വന്ന് കണ്ണിൽ അടിച്ച് വരുന്ന ഒരു അവസ്ഥ, കണ്ണിൽ ബോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇഞ്ചുറി.
അതിലുണ്ടാകുന്ന പ്രഷർ അപ്പം തന്നെ കൂടാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാലും അങ്ങനെയുള്ള ആളുകൾക്ക് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം മേൽപ്പറഞ്ഞ ഈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും വർഷത്തിലൊരിക്കൽ കണ്ണ് പരിശോധിക്കേണ്ടതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ നേരത്തെ പറഞ്ഞു നമ്മുടെ വീട്ടുകളിൽ ആർക്കെങ്കിലും, അതായത് ജനറ്റിക്കലായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരാണെങ്കിൽ ആദ്യഘട്ടം മുതൽ തന്നെ അതിനുള്ള ഒരു കരുതൽ എടുക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. ഗ്ലോക്കോമയ്ക്ക് പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ പോയി റെഗുലറായിട്ട് ഐ ചെക്കപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ 40 ഇയേഴ്സിന് മേലെ നമ്മൾ എന്തായാലും കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ണ് പോയി പരിശോധിക്കും. പക്ഷെ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നത് നമ്മൾ പോയി ഏതെങ്കിലും ഓപ്റ്റിക്കൽ ഷോപ്പിൽ പോയി കണ്ണ് പരിശോധിച്ച് കണ്ണട ഉപയോഗിക്കും. അതൊരു 4-5 വർഷം അങ്ങനെ പോയി ഒഫ്താൽമോളജിസ്റ്റിനെ കാണാണ്ടാണ് പലരും കണ്ണട ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന് പകരം വർഷത്തിലൊരിക്കൽ 40 ഇയേഴ്സിന് മേലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലോക്കോമ ഹിസ്റ്ററി ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ പോയി ചെക്ക് ചെയ്യേണ്ടതാണ്. 40 വയസ്സിന് താഴെയുള്ളവരാണെങ്കിലും വർഷത്തിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണ് പോയി പരിശോധിക്കേണ്ടതാണ്. അതല്ലാണ്ട് ഇതിനൊരു പ്രതിരോധം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ജീവിതശൈലിയോ നമ്മുടെ ഭക്ഷണ രീതിയോ അതിലൊന്നും നമ്മൾക്ക് ഗ്ലോക്കോമ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ കണ്ടുപിടിക്കുക, നേരത്തെ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ സ്വീകരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലോക്കോമ അത് പലതരത്തിലുണ്ടാകും. പല രോഗങ്ങളും പലതരത്തിലുണ്ടാകും. ഈ ഗ്ലോക്കോമ ഇങ്ങനെ പലതരത്തിലായിട്ട് ഉണ്ടാവുന്നുണ്ടോ? ഗ്ലോക്കോമയും പലതരത്തിലുണ്ട്. നമ്മൾക്ക് ഏറ്റവും കോമൺ ആയി കണ്ടുവരുന്ന ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. അതൊരു പ്രൈമറി ഗ്ലോക്കോമ എന്ന് പറയും. പ്രൈമറി ഗ്ലോക്കോമ എന്ന് വെച്ചാൽ നമുക്ക് സാധാരണ വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു ഗ്ലോക്കോമയാണ്. പ്രൈമറി ഗ്ലോക്കോമയിൽ ഓപ്പൺ ആംഗിൾ ഉണ്ട്, ക്ലോസ്ഡ് ആംഗിൾ ഉണ്ട്. ഇതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ നമ്മുടെ കൃഷ്ണമണിയും ബാക്കിൽ കൃഷ്ണമണിയുടെ തൊട്ടു പിന്നാലെയാണ് നമ്മൾക്ക് ഐറിസ് എന്നൊരു ടിഷ്യൂ ഉണ്ടാവുക. അപ്പോൾ കൃഷ്ണമണിയും ഐറിസും തമ്മിൽ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പാണ് നമ്മുടെ ഡ്രെയിനേജ് ആംഗിൾ. ഈ ഡ്രെയിനേജ് ആംഗിളിൽ വരുന്ന ഇങ്ങനെ ഓപ്പണായി തന്നെ കിടക്കുകയാണെങ്കിലാണ് ഓപ്പൺ ആംഗിൾ എന്ന് പറയുക. ക്ലോസ്ഡ് ആംഗിൾ ആണെങ്കിൽ ഈ ഐറിസ് ടിഷ്യൂ കുറച്ച് മേലെ പോയി ഡ്രെയിനേജ് ഏരിയ ബ്ലോക്ക് ആവുന്നു. അതാണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഈ 2 തരത്തിലുള്ള രോഗങ്ങൾക്കും 2 രോഗലക്ഷണങ്ങളാണ്. ഇപ്പോൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എടുത്താൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയുമ്പോഴേക്കും 80-85% ഡാമേജ് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടാവും. എന്നാൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ വരുമ്പോൾ രോഗിക്ക് പെട്ടെന്നുള്ള ഒരു പ്രഷർ കയറും. ഇപ്പം 20 എന്നുള്ളത് ഒരു 60 അല്ലെങ്കിൽ 70 വരെ പ്രഷർ കൂടാം. അങ്ങനെ ഒരു സ്റ്റേറ്റ് വരുമ്പോൾ അതൊരു ഒഫ്താൽമിക് എമർജൻസി ആയിട്ടാണ് വരിക. പേഷ്യൻറ്റ് ശക്തമായ തലവേദന, ഛർദി, ഓക്കാനം വരിക, കണ്ണിൽ ചുവപ്പ്, ലൈറ്റ് നോക്കുമ്പോൾ അതിന് ചുറ്റും മഴവിൽ കളറുള്ള ഒരു നിറം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആണത് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയ്ക്ക് ഉണ്ടാവാറ്. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും തലവേദന ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നേരെ പോവുക കാഷ്വാലിറ്റിയിലേക്കാണ്. കാഷ്വാലിറ്റിയിൽ പോയി ഹെഡേക്കിന് വേണ്ടി നമ്മൾ എടുക്കുക ഫസ്റ്റ് CT സ്കാനോ MRI സ്കാനോ ഒക്കെ ആയിരിക്കും. നമ്മൾക്ക് ഈ അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ പെട്ടെന്ന് തന്നെ ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്തെത്തി നമ്മൾ ഒരു ലേസർ ചികിത്സ, ലേസർ പെരിഫറൽ ഐഡോട്ടമി എന്ന് പറയും, ആ ഒരു ചികിത്സ ചെയ്താൽ മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തലവേദന ഉള്ളവരാണെങ്കിൽ നിർബന്ധമായും കണ്ണ് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേറെ ഒരു വിഭാഗം ഗ്ലോക്കോമ എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡ് ഗ്ലോക്കോമയാണ്. അത് കൺജനൈറ്റൽ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ജനിക്കുന്ന കുട്ടികൾക്ക് തന്നെ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വരുന്ന ഗ്ലോക്കോമ. അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കുട്ടിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും, കണ്ണിൻ്റെ കൃഷ്ണമണി വലുതായിട്ടുണ്ടാവും, അതുപോലെ അതിൻ്റെ കളർ ബ്ലാക്കിൽ നിന്ന് വൈറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും, ലൈറ്റൊന്നും അധികം ടോളറേറ്റ് ചെയ്യില്ല. ഇങ്ങനെയുള്ള കുട്ടികളിൽ ഇമ്മീഡിയറ്റായി നമ്മൾ കൊണ്ട് കാണിച്ചിട്ട് അതിന് സർജറിയാണ് പ്രൈമറി ഈ കൺജനൈറ്റൽ ഗ്ലോക്കോമയ്ക്ക് നമ്മൾ സർജറിയാണ് ചെയ്യേണ്ടത്. ജുവനൈൽ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് 40 വയസ്സിന് മുമ്പിലുള്ള കുട്ടികൾ. സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ടുവരുന്ന ഗ്ലോക്കോമയാണ് സെക്കൻഡറി ഗ്ലോക്കോമ. അവസാനമായിട്ടുള്ള ഒരു വിഭാഗമാണ് നോർമൽ പ്രഷർ ഗ്ലോക്കോമ. ഈ നോർമൽ പ്രഷർ ഗ്ലോക്കോമ ഉള്ള ആളുകൾക്ക് ഒരിക്കലും പ്രഷർ 21 മേലെ പോകില്ല. അപ്പോൾ നമ്മൾ പോയി ചെക്ക് ചെയ്ത് പ്രഷർ മാത്രം ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്രഷർ നോർമലാണ്, നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ് വിചാരിക്കുക. ബട്ട് ആ പ്രഷർ കൂടി കണ്ണിൻ്റെ നാഡീനരമ്പായ ഓപ്റ്റിക് നെർവിന് താങ്ങാൻ സാധിക്കാത്തതിനാൽ വരുന്ന ഗ്ലോക്കോമയാണ് നോർമൽ പ്രഷർ ഗ്ലോക്കോമ.
ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കരുനാഗപ്പള്ളിയിൽ നിന്നും അബ്ദുൾ മജീദാണ്. മജീദ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ. ആ ഡോക്ടറെ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ, കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്. ഹലോ, എൻ്റെ പേര് അബ്ദുൽ മജീദ്. ഹലോ അബ്ദുൾ മജീദ്, ചോദിച്ചോളൂ. ഡോക്ടർ കേൾക്കുന്നുണ്ട്. ഞാൻ ശരി, പറയൂ, ചോദിച്ചോളൂ. അബ്ദുൽ മജീദ്. ഹലോ, ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ്. ശരി, എന്താ ബുദ്ധിമുട്ടുള്ള? എനിക്ക് സാറേ എൻ്റെ കണ്ണിന് നേരത്തെ കൊറോണ സമയത്ത് എനിക്ക് അതിന് മുമ്പ് ഷുഗർ ഉണ്ടായിരുന്നു. നേരത്തെ അപ്പം എനിക്ക് എന്റെ കണ്ണില് ഷുഗറിന്റെ 28 വർഷമായിട്ട് ഷുഗറുള്ള ആളാണ്. ഞാൻ ചോദ്യം ചോദിക്കുകയാണ് എനിക്ക് ഷുഗറിന്റെ ഇതുണ്ടായിരുന്നു 28 വർഷമായിട്ട്. കേൾക്കുന്നുണ്ട്. എനിക്കിപ്പോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നത് കണ്ണിന് കാഴ്ച കുറഞ്ഞായിരുന്നു. എനിക്ക് കൊറോണ വന്നായിരുന്നു. കൊറോണ വന്നതിന് ശേഷം കണ്ണിന്റെ കാഴ്ച കുറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാന് തിരുവനന്തപുരത്ത് ഹലോ, ഞാൻ തിരുവനന്തപുരം കണ്ണ് ഹോസ്പിറ്റലില് സുനിൽകുമാർ ഡോക്ടറെ പറഞ്ഞോളൂ. ഞാൻ സുനിൽകുമാർ ഡോക്ടറെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. എന്റെ കണ്ണിന് വളരെ കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ലേസറൊക്കെ ചെയ്ത് റെഡിയാക്കി വിട്ടു. ഇപ്പൊ എന്റെ കണ്ണില് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവോ എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ശരി, നിങ്ങൾക്കിപ്പോ എന്താ ഷുഗർ കാരണം വരുന്ന അസുഖം കണ്ണിലുള്ളത്? കണ്ണിന് ഷുഗർ കാരണം വരുന്ന അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതിയും ഇതുപോലെ ആദ്യ സ്റ്റേജിൽ കണ്ടുപിടിച്ച് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടാവാറില്ല. ഇപ്പം ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നാൽ നമ്മൾ ലേസർ ആണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുക. ലേസർ ചെയ്ത് കഴിഞ്ഞും നിങ്ങളുടെ കണ്ണിൽ കാഴ്ചക്കുറവുണ്ട് എന്ന് പറയുന്നത് കണ്ണിൻ്റെ മാക്കുല എന്നുള്ള ഒരു ഇതിൽ പാർട്ടിൽ നമുക്കൊരു ചെറിയൊരു സ്വെല്ലിംഗ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്വെല്ലിംഗ് വരുമ്പോൾ നമ്മൾക്ക് ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത്. കണ്ണിൽ ഇൻട്രാവെട്രിയൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള ഇഞ്ചക്ഷനുണ്ട്. അത് ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രമേ നമ്മൾക്ക് ആ കണ്ണിൻ്റെ അകത്തുള്ള നീര് കുറയാൻ സാധിക്കുള്ളൂ. നീര് കുറഞ്ഞാൽ മാത്രമേ നമ്മുടെ കാഴ്ച തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുന്നതിൽ കാര്യമായിട്ടൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കാര്യമായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഇഞ്ചക്ഷൻ ആണത്. അത് എടുക്കുന്നതിൽ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാം. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കാരണവും നമ്മൾക്ക് ഗ്ലോക്കോമ വരാം. അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ഒരുപാട് കൂടുതൽ വരുന്ന ഗ്ലോക്കോമ കൺട്രോൾ ചെയ്യാനും കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ എടുക്കുന്ന ഇഞ്ചക്ഷനും നിങ്ങൾ ഈ എടുക്കുന്ന ലേസറൊക്കെ ഗ്ലോക്കോമ വരാനുള്ളൊരു സാധ്യത കുറയ്ക്കുകയും ചെയ്യും. പ്രേക്ഷകനെ വ്യക്തമായെന്ന് കരുതുന്നു ഡോക്ടർ. ഡോക്ടർ, നേരത്തെ നമ്മൾ പറഞ്ഞു പ്രഷറിൻ്റെ ഒരു കാര്യം. ഈ പ്രഷർ എന്ന് പറയുന്നത്, അതായത് ഈ സമ്മർദ്ദം നമ്മുടെ കണ്ണിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? അതുപോലെ കണ്ണിൻ്റെ നേഴ്സിനെയൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത്? പൊതുവായി നമ്മൾ പ്രഷർ കൂടി വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ നെർവായ ഒപ്റ്റിക് നെർവ്, ഞാൻ പറഞ്ഞു നാഡീനരമ്പായ ഒപ്റ്റിക് നെർവിലാണ് ബാധിക്കുന്നത്. നമ്മുടെ നെർവിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെർവിൽ നിന്ന് ഡാമേജ് എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അത് റീജനറേറ്റ് ചെയ്ത് വരില്ല. അപ്പോൾ ഗ്ലോക്കോമയിൽ ഫസ്റ്റ് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ചമണ്ഡലം, അതായത് നമ്മുടെ വിഷ്വൽ ഫീൽഡിൽ വശത്തുള്ള കാഴ്ച, സൈഡ് വിഷൻ അല്ലെങ്കിൽ പെരിഫറൽ വിഷൻ ആണ് ആദ്യം പോവുക. അപ്പം നമ്മൾക്കിപ്പോൾ നേരെ നോക്കുമ്പം സൈഡ് കാണുന്നതാണ് ഫസ്റ്റ് കുറഞ്ഞു വരിക. അതുകൊണ്ടാണ് നമ്മൾക്കത് മനസ്സിലാവാത്തത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു വിഷൻ കുറയുകയാണെങ്കിൽ നമ്മൾക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ സൈഡ് വിഷൻ കുറഞ്ഞു വന്ന് ഒരു 80% എത്തുമ്പോൾ മാത്രമാണ് ഫ്രണ്ടിലുള്ള വിഷൻ മാത്രമായി മാറുന്നത്.
അപ്പോൾ നമ്മളൊരു വലിയൊരു കുഴലിലൂടെ നോക്കുന്ന ഒരു അവസ്ഥയായിരിക്കും പേഷ്യൻറ്റിന് ഉണ്ടാവുക. അതും ഒരു കണ്ണിലാണ് ആദ്യം ബാധിക്കുക, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത കണ്ണിലേക്ക് വരിക. അപ്പോൾ ഒരു കണ്ണ് നോർമലായിരിക്കുമ്പോൾ ഫസ്റ്റ് കണ്ണ് പോകുന്നത് പലരും അറിയാറില്ല. അപ്പോൾ ഈ സൈഡ് വിഷൻ കുറഞ്ഞു വന്ന് അവസാന ഘട്ടത്തിൽ മാത്രമാണ് സെൻട്രൽ വിഷൻ പോവുക. അപ്പോൾ നമ്മൾക്ക് വായിക്കാനോ ടി വി കാണാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ഈ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പല രോഗങ്ങളും പല തരത്തിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. അതായത് ചില രോഗങ്ങൾ വളരെ പതിയെ കടന്നു വരുന്നതുണ്ട്, ചില രോഗങ്ങൾ പെട്ടെന്ന് അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ കണ്ണിനെ വളരെ സ്ലോ ആയിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണോ, എങ്ങനെയാണ്? പൊതുവായി നമ്മൾ കണ്ടുവരുന്ന ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറഞ്ഞ രോഗം വളരെ സ്ലോ ആയിട്ടാണ് വരിക. ഇത് കാരണം ഒരു കാഴ്ചനഷ്ടം ഉണ്ടാവണമെങ്കിൽ നമ്മൾക്കൊരു 5 വർഷം 10 വർഷം ചിലവർക്ക് 15 വർഷമൊക്കെ എടുത്തിട്ടാണ് ഈ രോഗം മെല്ലെ മെല്ലെ ആയിട്ടാണ് പൊതുവെ അത് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വർഷത്തിൽ ഒരിക്കൽ ചെക്ക് ചെയ്താൽ തന്നെ നമ്മൾക്കതിനെ പ്രോഗ്രസ് ചെയ്യാണ്ട് അവിടെ ഹോൾട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ നമ്മൾക്ക് പെട്ടെന്നുള്ള പ്രഷർ കൂടി വരുന്ന ഒരവസ്ഥ വരുമ്പോൾ അത് നരമ്പിനെ പെട്ടെന്നാണ് ബാധിക്കുന്നത്. അതുപോലെ സെക്കൻഡറി ഗ്ലോക്കോമാസ് വരുമ്പോൾ നമ്മൾക്കിപ്പോൾ തിമിരം കാരണം വരുന്നത്, തിമിരം ഒരുപാട് നമ്മളിപ്പം തിമിരം വന്നു അത് ചികിത്സിക്കാണ്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ പോയി അത് പൊട്ടി വരുന്ന ഗ്ലോക്കോമ വരുമ്പോൾ പെട്ടെന്ന് നമ്മളത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ കണ്ണിൻ്റെ നാഡീനരമ്പായ ഒപ്റ്റിക് നെർവിന് പെട്ടെന്ന് തന്നെ ഒരു ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം വെച്ച് തന്നെ അത് ഡാമേജ് ഉണ്ടാക്കാം. അതുപോലെ വരുന്ന സെക്കൻഡറി ഗ്ലോക്കോമാസ് എല്ലാം ട്രോമ കാരണം വരുന്ന ഗ്ലോക്കോമ അല്ലെങ്കിൽ അങ്ങനത്തെ സെക്കൻഡറി ഗ്ലോക്കോമാസ് പെട്ടെന്ന് വരുന്നതൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ചികിത്സിക്കേണ്ടതുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് രാമകൃഷ്ണനാണ്. രാമകൃഷ്ണൻ ഡോക്ടറോട് ചോദിച്ചോളൂ. രാമകൃഷ്ണൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നതിനായിട്ട്. കണ്ണൂരിൽ നിന്നും സൈനബയാണ്. സൈനബ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ മാഡം. ഹലോ. ഹലോ മാഡം, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ ഉമ്മാക്ക് ഇപ്പൊ ഓൾറെഡി ഗ്ലൂക്കോമ ഉണ്ട്. എനിക്കപ്പൊ ഇപ്പൊ 40 വയസ്സായി. അപ്പൊ ഞാനിപ്പം ഗ്ലൂക്കോമന്റെ കണ്ണിന് പ്രത്യേകിച്ച് ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ ഗ്ലൂക്കോമ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് വരുന്ന അസുഖമാണോ? ഞാനിനി എപ്പോഴാണ് ഇനി സ്ക്രീനിങ് എത്ര മന്ത് കൂടുമ്പോഴാണ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം മാഡം. നിങ്ങൾ എന്തായാലും സ്ക്രീനിങ് ചെയ്യേണ്ട ഒരാളാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോക്കോമ പാരമ്പര്യമായിട്ടാണ് ഒരു 80 to 90% ഗ്ലോക്കോമാസും പാരമ്പര്യമായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് മദറിനുണ്ട് എങ്കിൽ നമ്മൾക്ക് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ 40 വയസ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ഡെഫിനറ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ പോയി പറയുമ്പം നിങ്ങൾക്ക് മദറിന് ഗ്ലോക്കോമ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കണ്ണിൻ്റെ പ്രഷർ നോക്കും. പിന്നെ ഡോക്ടർ ഉള്ളിലുള്ള നരമ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം സപ്പോസ് നരമ്പ് നോർമലായിട്ട് കാണുന്നുണ്ട് എങ്കിൽ വലിയ കുഴപ്പമില്ല എന്നാണെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇനി ഡോക്ടർക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംശയമുണ്ട്, നരമ്പ് കാണുമ്പോൾ ചെറിയൊരു ഗ്ലോക്കോമയുടെ തുടക്കവും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതിനായിട്ടുള്ള വേറെ പല ടെസ്റ്റുകളും ഉണ്ട്. നമ്മുടെ വിഷ്വൽ ഫീൽഡ് ടെസ്റ്റിംഗ്, OCT ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ടെസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡോക്ടർ ചെയ്യാൻ പറയുക. അപ്പം അത് അങ്ങനെയാണ് പൊതുവെ വർഷത്തിൽ ഒരിക്കലാണ് നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഡോക്ടർ തന്നെ എനിക്ക് കാണണമെന്നുണ്ട്. ഡോക്ടർ കണ്ണൂർ എവിടെയാ ജോലി സൈക്യാട്രിസ്റ്റല്ലേ? അപ്പൊ അവിടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടിട്ട് എന്താ വേണ്ട മാഡം? ഞാൻ ജ്യോതി സൈക്യാറിലുണ്ട്. ഇല്ല, നിങ്ങൾ ഡയറക്റ്റ് വന്നാൽ മതി, കുഴപ്പമില്ല. ഞായറാഴ്ചകളിൽ ഒഴികെ ബാക്കി ഏത് ദിവസങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. ഫാമിലിയിലുള്ള എല്ലാവരും അത് ചെക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ബ്രദർ ആയാലും സിസ്റ്റർ ആയാലും എല്ലാവരും നോക്കണം. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ നമ്മൾ സംസാരിച്ചു, ഗ്ലോക്കോമയുടെ ഫലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഈ ഒരു രോഗം കണ്ണിന് നമുക്ക് മറ്റ് പല രോഗങ്ങളും ഉണ്ടാവുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ ഒരു രോഗവും ഗ്ലോക്കോമ മറ്റ് രോഗങ്ങളെ, കണ്ണിനെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങളെ എത്രത്തോളം ബാധിക്കുന്നുണ്ടാവും? വ്യക്തമായില്ല. നമുക്ക് കണ്ണിന് ഗ്ലോക്കോമ അല്ലാതെ മറ്റ് പല രോഗങ്ങളും കണ്ണ് അല്ലാതെ എങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റും ഈ ഒരു രോഗം കണ്ണ് ഗ്ലോക്കോമയാണ് അല്ലെങ്കിൽ മറ്റ് രോഗം മറ്റ് കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ന്? പൊതുവായി നമുക്ക് കാഴ്ചക്കുറവ് തരുന്ന ഏറ്റവും കോമൺ ആയിട്ട് വരുന്നൊരു രോഗമാണ് നമുക്ക് തിമിരം എന്ന് പറയുന്നത്. ഇപ്പം പൊതുവേ നമ്മൾ ചോദിക്കുക തിമിരമാണോ ഗ്ലോക്കോമ ആണോ എന്നുള്ളൊരു ഡൗട്ടാണ് പലർക്കും ഉണ്ടാവുക. പക്ഷെ തിമിരത്തിന് നമ്മൾക്ക് തിമിരം വന്നിട്ടുണ്ടെങ്കിൽ കാഴ്ചക്കുറവ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ തിമിരം കാരണമുള്ള കാഴ്ചക്കുറവ് നമ്മൾ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് തിരിച്ചു വരും. തിമിരമാണ് നമ്മുടെ കാഴ്ച ഏറ്റവും കുറയ്ക്കാനുള്ള ഏറ്റവും ഫസ്റ്റ് കോസായിട്ട് വരുന്നത്. ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പൊതുവേ എങ്ങനെയാണ് കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു കണ്ണട ചെക്ക് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാമ്പിൽ പോയി വെറുതെ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഗ്ലോക്കോമ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. രോഗി ഈ ഗ്ലോക്കോമ എന്നൊരു അസുഖം ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നറിഞ്ഞ് വന്ന് ചോദിക്കുന്ന രോഗികൾ വളരെ കുറവാണ്. ഇൻസിഡൻ്റലായിട്ട് മാത്രമാണ് ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് കണ്ണിൻ്റെ നരമ്പുകൾ എഫക്റ്റ് ചെയ്തിട്ട് വരുന്ന രോഗം. നേരത്തെ വിളിച്ച ഒരു പേഷ്യൻറ്റും പോലെ ഡയബറ്റിസ് വന്നിട്ട് വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറയുന്ന പ്രഷർ കൂടിയിട്ട് വരുന്ന കണ്ടീഷൻ, ഏജ് റിലേറ്റഡ് ആയിട്ട് പല രോഗങ്ങളും നമ്മൾക്ക് റെറ്റിനേനെ എഫക്റ്റ് ചെയ്ത് വരുന്ന രോഗങ്ങളുണ്ട്. അതിലും നമ്മൾക്ക് കാഴ്ചക്കുറവുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ അളക്കുക, അതുപോലെ കണ്ണ് ഡയലേറ്റ് ചെയ്തിട്ട് കണ്ണിൻ്റെ അകത്ത് മരുന്ന് ഉറ്റിച്ച് ഡയലേറ്റ് ചെയ്ത് റെറ്റിന ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് ഇത് ഗ്ലോക്കോമയാണോ അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ആണോ കാറ്ററാക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. പാലക്കാട് ഷാവുലമിത. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ പറഞ്ഞു. ഹലോ 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 പറഞ്ഞോളൂ. പാലക്കാട് ഷാവുലമിതാണ്. കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. എൻ്റെ കണ്ണിൽ നല്ല ചുവപ്പ് കളറാണ്. നല്ല ചുവപ്പായിട്ടുള്ള കളറാണ്. ശരി. ഡോക്ടർ കാണിച്ചിരുന്നു ഇവിടെ പാലക്കാട് ട്രീനിറ്റി ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു. എല്ലാ സമയത്തും ചുവപ്പ് കളർ ഉണ്ടോ അതോ? ഇല്ല, രണ്ടാഴ്ചയായിട്ട് ഒരു 2 ആഴ്ച ആകുന്ന പറഞ്ഞത്. പെട്ടെന്ന് വന്നാണ് ചുവപ്പ് കളർ. നേരത്തെ കണ്ണിന് വീക്കം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ കാഴ്ചക്കുറവോ കണ്ണിന് ചീവടിയോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വെള്ളം ചാടുന്ന കടച്ചിലുണ്ട്. അപ്പൊ എന്താണ് അവർ അവിടുന്ന് നോക്കി എന്താണ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്നോട് കണ്ണിൽ നീർക്കെട്ടാണ് പറഞ്ഞിരുന്നത്. നീർക്കെട്ട് അത് മാറണമെങ്കിൽ 2 ആഴ്ച കഴിയുന്ന പറഞ്ഞിരിക്കുന്നത്. ശരി ശരി. കണ്ണിലുള്ള ചുവപ്പ് നമുക്ക് പല കാരണങ്ങളാൽ ഉണ്ടാവാം. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ, നമ്മൾ കണ്ണ് രോഗം എന്ന് പറയുന്ന ഇൻഫെക്ഷൻ വരാം, അല്ലെങ്കിൽ വേറെ അലർജി ഉണ്ടെങ്കിലും കണ്ണിൽ ചുവപ്പ് വരാം. അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ തന്നെ ഡയറക്റ്റ് പോയി ഒരു ഡയറക്റ്റ് എക്സാമിനേഷൻ, നമ്മൾ ഈ സ്ലിറ്റ് ലാമ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൽ വെച്ചിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് തരത്തിലുള്ള ചുവപ്പാണ് നിങ്ങൾക്കുള്ളത് എന്ന് എനിക്കിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ നീർക്കെട്ടൊക്കെ ആണെങ്കിൽ അതിന് കുറച്ചൊരു ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. 1-2 ആഴ്ച എടുത്ത് നിങ്ങൾ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോയി ആ ഡോക്ടറെ തന്നെ കണ്ട് എങ്ങനെയുണ്ട്, കുറഞ്ഞിട്ടില്ലെങ്കിൽ മരുന്നുകൾ മാറ്റുകയോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പം അത് ഡയറക്റ്റ് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായിട്ടുണ്ട്. ഡോക്ടർ, നമ്മുടെ ഈ ഒരു രോഗാവസ്ഥ അത് വളരെ അപകടകരമായ ഒരു രോഗാവസ്ഥ. അപ്പോൾ അതിൻ്റെ ചികിത്സാ രീതികളും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമായിരിക്കും. എന്തൊക്കെയാണ് ഈ ഒരു ഗ്ലോക്കോമ രോഗാവസ്ഥയുടെ ചികിത്സാ രീതികൾ? നൂതനമായിട്ടുള്ള ഒരു ചികിത്സാ രീതി അതെന്തൊക്കെയാണ്? ഗ്ലോക്കോമയ്ക്ക് ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ വന്ന് ഇത് രോഗം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്.
ടോണോമെട്രി എന്നുള്ളൊരു ഉപകരണം ഉപയോഗിച്ച് നമ്മൾ പ്രഷർ അളക്കുന്നു. അതിനുശേഷം കണ്ണിൻ്റെ നരമ്പ് നോക്കി ഗ്ലോക്കോമ ഉണ്ടോ എന്നുള്ള ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ടതാണ് വിഷ്വൽ ഫീൽഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫീൽഡ് ടെസ്റ്റിംഗ് നമ്മുടെ പെരിഫറൽ വിഷൻ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഈ ഫീൽഡ് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് OCT സ്കാനും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രോഗമുണ്ട് എന്ന് സ്ഥിരീകരിക്കുക. ഈ രോഗം നമ്മൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ആജീവനാന്തം ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമാണ് ഗ്ലോക്കോമ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളിപ്പോൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരുന്നുകൾ, തുള്ളി മരുന്നുകളാണ് ഉപയോഗിക്കുക. തുള്ളി മരുന്നുകൾ പലതരത്തിലുണ്ട്, ഒരു 5-6 തരത്തിലുണ്ട്. ഗ്ലോക്കോമയ്ക്ക് ഉപയോഗിക്കുന്ന തുള്ളി മരുന്നിൽ ഒരു നേരം അല്ലെങ്കിൽ 2 നേരം ഉപയോഗിക്കേണ്ട മരുന്നുകളാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മരുന്നിലോ 2 മരുന്നിലോ നമ്മൾ തുടങ്ങി അതെങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി പ്രഷർ കൺട്രോളാണ്. അതായത് നമ്മുടെ കണ്ണിൻ്റെ മർദ്ദം 21 മേലെ പോയത് നമ്മൾക്കത് കൊണ്ടുവന്ന് താഴ്ത്തി കൊണ്ടുവരികയാണ് മെയിൻ ലക്ഷ്യം. നമ്മൾക്ക് ഓരോ പേഷ്യൻറ്റിനും നമ്മൾക്കൊരു ടാർഗറ്റ് പ്രഷറുണ്ട്. ആ ഒരു ടാർഗറ്റ് പ്രഷർ അത് ഓരോരോ പേഷ്യൻറ്റിൻ്റെ സ്റ്റേജ് അനുസരിച്ച് നമ്മൾക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ആ ടാർഗറ്റ് പ്രഷർ എത്തിക്കുക എന്നതാണ് എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒരു ലക്ഷ്യം. അപ്പോൾ തുള്ളി മരുന്നുകൾ ഉപയോഗിച്ച് കൃത്യസമയത്ത് പറഞ്ഞ ടൈമിൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ലേസർ പെരിഫറൽ ഐഡോട്ടമി എന്ന് പറഞ്ഞ് ലേസറാണ് ചെയ്യാറ്. ഈ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയുടെ ഒരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ആംഗിൾ ക്ലോഷർ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾക്ക് കണ്ണ് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു പേഷ്യൻറ്റിന് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ വരാൻ സാധ്യതയുണ്ടോ എന്ന്. അങ്ങനെയുള്ള ആളുകൾക്കും നമ്മൾ ഈ ലേസർ പെരിഫറൽ ഐഡോട്ടമി ചെയ്യാറുണ്ട്. അതൊരു പ്രിവെൻറ്റീവായിട്ടാണ് നമ്മൾ ചെയ്യുക. ഗ്ലോക്കോമ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ വരുന്നതിന് മുമ്പ് നമുക്ക് സാധിക്കും. ഈ ലേസറോ അല്ലെങ്കിൽ വേറെ തുള്ളി മരുന്ന് ലേസർ ചെയ്തിട്ടും നമ്മൾക്ക് കൺട്രോൾ വന്നില്ല എന്നൊരവസ്ഥയെ നമ്മൾ തുള്ളി മരുന്നുകൾ ഉപയോഗിക്കണം. തുള്ളി മരുന്നുകൾ 2-3 എണ്ണം ഉപയോഗിച്ചിട്ടും കണ്ണിൻ്റെ പ്രഷർ കൺട്രോളിൽ വന്നില്ല എന്നൊരു അവസരം വരുമ്പോൾ നമ്മൾക്ക് അടുത്ത ചികിത്സയാണ് സർജറി. സർജറി 2 വിധത്തിലുണ്ട്. നമ്മൾ ട്രെബെക്ലെക്ടമി എന്ന സർജറി ഉണ്ട്, ഗ്ലോക്കോമ ഡ്രെയിനേജ് ഡിവൈസസ് എന്ന സർജറി ഉണ്ട്. ഇത് രണ്ടും ഒരു ഓൾട്ടർനേറ്റ് ചാനൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. കണ്ണിനുള്ളിലുള്ള ദ്രാവകം പുറത്തേക്ക് സുഗമമായി ഒഴുകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റ് ബൈപ്പാസ് പാത്താണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഡയറക്റ്റ് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായിട്ടുണ്ട്. ഡോക്ടർ, നമ്മുടെ ഈ ഒരു രോഗാവസ്ഥ അത് വളരെ അപകടകരമായ ഒരു രോഗാവസ്ഥ, അപ്പോൾ അതിൻ്റെ ചികിത്സാ രീതികളും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമായിരിക്കും. എന്തൊക്കെയാണ് ഈ ഒരു ഗ്ലോക്കോമ രോഗാവസ്ഥയുടെ ചികിത്സാ രീതികൾ, നൂതനമായിട്ടുള്ള ഒരു ചികിത്സാ രീതി അതെന്തൊക്കെയാണ്? ഗ്ലോക്കോമയ്ക്ക് ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ വന്ന് ഇത് രോഗം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. ടോണോമെട്രി എന്നുള്ളൊരു ഉപകരണം ഉപയോഗിച്ച് നമ്മൾ പ്രഷർ അളക്കുന്നു. അതിനുശേഷം കണ്ണിൻ്റെ നരമ്പ് നോക്കി ഗ്ലോക്കോമ ഉണ്ടോ എന്നുള്ള ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ടതാണ് വിഷ്വൽ ഫീൽഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫീൽഡ് ടെസ്റ്റിംഗ് നമ്മുടെ പെരിഫറൽ വിഷൻ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഈ ഫീൽഡ് ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്ക് OCT സ്കാനും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രോഗമുണ്ട് എന്ന് സ്ഥിരീകരിക്കുക. ഈ രോഗം നമ്മൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ ആജീവനാന്തം ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമാണ് ഗ്ലോക്കോമ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളിപ്പോൾ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരുന്നുകൾ, തുള്ളി മരുന്നുകളാണ് ഉപയോഗിക്കുക. തുള്ളി മരുന്നുകൾ പലതരത്തിലുണ്ട്, ഒരു 5-6 തരത്തിലുണ്ട്. ഗ്ലോക്കോമയ്ക്ക് ഉപയോഗിക്കുന്ന തുള്ളി മരുന്നിൽ ഒരു നേരം അല്ലെങ്കിൽ 2 നേരം ഉപയോഗിക്കേണ്ട മരുന്നുകളാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മരുന്നിലോ 2 മരുന്നിലോ നമ്മൾ തുടങ്ങി അതെങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി പ്രഷർ കൺട്രോളാണ്. അതായത് നമ്മുടെ കണ്ണിൻ്റെ മർദ്ദം 21 മേലെ പോയത് നമ്മൾക്കത് കൊണ്ടുവന്ന് താഴ്ത്തി കൊണ്ടുവരികയാണ് മെയിൻ ലക്ഷ്യം. നമ്മൾക്ക് ഓരോ പേഷ്യൻറ്റിനും നമ്മൾക്കൊരു ടാർഗറ്റ് പ്രഷറുണ്ട്. ആ ഒരു ടാർഗറ്റ് പ്രഷർ അത് ഓരോരോ പേഷ്യൻറ്റിൻ്റെ സ്റ്റേജ് അനുസരിച്ച് നമ്മൾക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. ആ ടാർഗറ്റ് പ്രഷർ എത്തിക്കുക എന്നതാണ് എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒരു ലക്ഷ്യം. അപ്പോൾ തുള്ളി മരുന്നുകൾ ഉപയോഗിച്ച് കൃത്യസമയത്ത് പറഞ്ഞ ടൈമിൽ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ലേസർ പെരിഫറൽ ഐഡോട്ടമി എന്ന് പറഞ്ഞ് ലേസറാണ് ചെയ്യാറ്. ഈ ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയുടെ ഒരു കാര്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ആംഗിൾ ക്ലോഷർ വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾക്ക് കണ്ണ് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു പേഷ്യൻറ്റിന് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ വരാൻ സാധ്യതയുണ്ടോ എന്ന്. അങ്ങനെയുള്ള ആളുകൾക്കും നമ്മൾ ഈ ലേസർ പെരിഫറൽ ഐഡോട്ടമി ചെയ്യാറുണ്ട്. അതൊരു പ്രിവെൻറ്റീവായിട്ടാണ് നമ്മൾ ചെയ്യുക. ഗ്ലോക്കോമ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ വരുന്നതിന് മുമ്പ് നമുക്ക് സാധിക്കും. ഈ ലേസറോ അല്ലെങ്കിൽ വേറെ തുള്ളി മരുന്ന് ലേസർ ചെയ്തിട്ടും നമ്മൾക്ക്
കൺട്രോൾ വന്നില്ല എന്നൊരവസ്ഥയെ നമ്മൾ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കണം. തുള്ളിമരുന്നുകൾ ഒരു 2-3 എണ്ണം ഉപയോഗിച്ചിട്ടും കണ്ണിൻ്റെ പ്രഷർ കൺട്രോളിൽ വന്നില്ല എന്നൊരു അവസരം വരുമ്പോൾ നമ്മൾക്ക് അടുത്ത ചികിത്സയാണ് സർജറി. സർജറി 2 വിധത്തിലുണ്ട്. നമ്മൾ ട്രെബക്ലെക്ടമി എന്ന സർജറി ഉണ്ട്, ഗ്ലോക്കോമ ഡ്രെയിനേജ് ഡിവൈസസ് എന്ന സർജറി ഉണ്ട്. ഇത് രണ്ടും ഒരു ഓൾട്ടർനേറ്റ് ചാനൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക. കണ്ണിനുള്ളിലുള്ള ദ്രാവകം പുറത്തേക്ക് സുഗമമായി ഒഴുകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റ് ബൈപ്പാസ് പാത്താണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇപ്പം വന്നിട്ടുള്ള ചികിത്സകൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ നമുക്കൊരു ലേസർ ഉണ്ട്, സെലക്റ്റീവ് ലേസർ ട്രെബക്കുലോപ്ലാസ്റ്റി എന്നൊരു ലേസർ ഉണ്ട്. അതേപോലെ സർജറിയിൽ വരുന്നതാണ് മിനിമലി ഇൻവേസീവ് ഗ്ലോക്കോമ സർജറി എന്ന് പറയുന്ന KDD ബ്ലേഡ് വെച്ചും പിന്നെ GATT എന്നൊക്കെ പറഞ്ഞ് പല മിനിമലി ഇൻവേസീവ് സർജറി ഉണ്ട്. ഗ്ലോക്കോമ രോഗത്തെപ്പറ്റിയും അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാനായി എത്തിയിരുന്നത് കണ്ണൂർ ജ്യോതിസ് ഐ കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റും ഒഫ്താൽമോളജിസ്റ്റും ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ K. ശ്വേതയാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.